കടയിൽ കയറുന്ന ഏതൊരു കൊച്ചുകുട്ടിയുടെയും കണ്ണുകൾ തിരയുന്നത് കിൻഡർ ജോയ് എന്ന മുട്ട രൂപത്തിലുള്ള പാക്കറ്റിലാകും. കഥയുടെ വേദികൾ തുടങ്ങുന്നത് 1946 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചാരകൂമ്പാരങ്ങൾക്കിടയിലേക്കാണ്. ഇറ്റലിയിലെ ആൽബ എന്ന ഗ്രാമത്തിൽ പിയട്രോ ഫെറേറോ എന്ന സാധാരണക്കാരൻ തന്റെ ചെറിയ ബേക്കറിയിൽ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. യുദ്ധം കഴിഞ്ഞ് ദാരിദ്ര്യം പടർന്ന ആ കാലത്ത് ചോക്ലേറ്റ് എന്നത് സമ്പന്നർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായിരുന്നു. കൊക്കോയുടെ ലഭ്യത കുറവായതുകൊണ്ട് അദ്ദേഹം പ്രാദേശികമായി ലഭിക്കുന്ന ഹേസൽ നട്ട്സ് ചേർത്ത് ചോക്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങി. അത് ഫെറേറോ എന്ന ആഗോള സാമ്രാജ്യത്തിന്റെ ആദ്യ വിത്തായി. പക്ഷേ കഥയിൽ നാടകീയമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് 1974 പിയട്രോയുടെ മകൻ മിഷേൽ ഫെറേറോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. കുട്ടികൾക്ക് സന്തോഷം നൽകുന്നത് മധുരം മാത്രമല്ല, അത്ഭുതങ്ങൾ കൂടിയാണ്. അങ്ങനെ അവർ കിൻഡർ സർപ്രൈസ് എന്ന ആദ്യത്തെ മുട്ടായി വിപണിയിലിറക്കി. എന്നാൽ യൂറോപ്പിലെ കൊടും തണുപ്പിൽ വിൽക്കുന്ന ഈ മുട്ടകൾക്ക് ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ നിലനിൽപ്പില്ലായിരുന്നു. ചൂടിൽ ചോക്ലേറ്റ് അലിഞ്ഞു പോകുന്നത് കമ്പനിയെ വല്ലാതെ കുഴപ്പിച്ചു. ആ വെല്ലുവിളിക്കുള്ള ഉത്തരമായി 2001 കിൻഡർ ജോയ് എന്ന പുത്തൻ രൂപത്തിൽ ഈ വിസ്മയ മുട്ടായി അവതരിപ്പിക്കപ്പെടുന്നത്. സാധാരണ ചോക്ലേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പകുതിയിൽ പാലും കൊക്കോയും ചേർന്ന ക്രീമും മറുപകുതിയിൽ ഒരു കുഞ്ഞു കളിപ്പാട്ടവും. അതൊരു വല്ലാത്ത സസ്പെൻസ് ആയിരുന്നു. ജൈത്രയാത്രയിൽ വലിയൊരു ഭീഷണിയും കാത്തിരിപ്പുണ്ടായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ വിപണിയായ അമേരിക്കയിൽ കിൻഡർ ജോയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഭക്ഷണത്തിനുള്ളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ വെക്കുന്നത് കുട്ടികളുടെ ജീവന് അപകടമാണെന്നായിരുന്നു വാദം. ഈ ഒരു സേഫ്റ്റി വിവാദം കമ്പനിയെ വല്ലാതെ ഉലച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ ഫെറേറോ തയ്യാറല്ലായിരുന്നു. അവർ തങ്ങളുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചോക്ലേറ്റും കളിപ്പാട്ടവും പൂർണ്ണമായും വേർതിരിക്കുന്ന പുതിയ പാക്കേജിംഗ് ശൈലി കൊണ്ടുവന്നു. ഇന്നും പല രാജ്യങ്ങളിലും ഈ കുഞ്ഞൻ മുട്ടായികൾ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പേരിൽ കടുത്ത വിചാരണ നേരിടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ഈ ടാലന്റ് വിദേശിയെത്തുമ്പോൾ വിപണിയിൽ കാഡ്ബറിയും നെസ്ലയും സിംഹാസനം ഉറപ്പിച്ചിരുന്നു. ഇത്ര ചെറിയൊരു മിഠായിക്ക് 30 മുതൽ 40 രൂപ നൽകാൻ ഇന്ത്യക്കാർ തയ്യാറാകുമോ എന്നതായിരുന്നു വലിയ ചോദ്യം. പക്ഷേ കിൻഡർ ജോയ് ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റസ് സിംബലായി മാറി. നീല കവർ ആൺകുട്ടികൾക്കും പിങ്ക് കവർ പെൺകുട്ടികൾക്കും എന്ന അവരുടെ തന്ത്രം ലിംഗവിവേചനത്തിന്റെ പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും വിപണിയിൽ അത് വലിയ ചലനമുണ്ടാക്കി. ഇന്ന് ഇന്ത്യയിലെ ബാരാമതിയിലെ അത്യാധുനിക ഫാക്ടറിയിൽ നിന്നാണ് കോടിക്കണക്കിന് കിൻഡർ ജോയ് മുട്ടായികൾ പുറത്തിറങ്ങുന്നത്. ഇന്ന് 2026 കിൻഡർ ജോയ് നേരിടുന്നത് കടുത്ത മത്സരമാണ്. കാഡ്ബറി തങ്ങളുടെ ജെം സർപ്രൈസ് മുട്ടായികളുമായും മറ്റ് പ്രാദേശിക ബ്രാൻഡുകൾ കുറഞ്ഞ വിലയുള്ള സർപ്രൈസ് ഗിഫ്റ്റുകളുമായും രംഗത്തെത്തി കഴിഞ്ഞു. എങ്കിലും ഓരോ തവണയും പുതിയ സിനിമകളിലെ കഥാപാത്രങ്ങളെ കളിപ്പാട്ടങ്ങളായി മാറ്റിക്കൊണ്ട് കിൻഡർ ജോയ് തങ്ങളുടെ സസ്പെൻസ് നിലനിർത്തുന്നു. ഇന്ന് പരിസ്ഥിതി സൗഹൃദമായ പാക്കേജിംഗിലേക്ക് മാറാനുള്ള സമ്മർദ്ദവും പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ചുള്ള ആഗോള പ്രതിഷേധങ്ങളും അവർക്ക് മുന്നിലെ പുതിയ കരിനിഴലുകളാണ്.